ഹലോ ഹായ് നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും കൂടി ചേർത്തിട്ട് കല്യാണത്തിന് രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ. പന്തലിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇനി കുറച്ച് അറ്റകുറ്റപ്പണികളേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ എന്താണെന്ന് സ്റ്റാർട്ടിങ് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, ഇന്ന് ഗുലാബിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്കിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡെക്കറേഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ഡെക്കറേഷൻ കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തു, ഡെക്കറേഷൻ ചെയ്യുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ ഈ വീഡിയോയിൽ പല കാര്യങ്ങളും വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. കാരണം ഇന്ന് ഗുലാബി മാത്രമല്ല, സംഗീതം കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ സംഗീതം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ സെക്ഷൻ നടത്തുന്നത്. ആ ഒരു സംഗീതത്തിൽ എൻജോയ് ചെയ്തുകൊണ്ട് ആണോ എന്നറിയില്ല, വീഡിയോ എടുക്കാൻ നമ്മൾ മറന്നുപോയി. ഒരാളെ കയ്യിലും നമ്മളെ ഡാൻസിൻ്റെ വീഡിയോ ഇല്ല. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫോട്ടോ സെക്ഷനാണ് നിങ്ങൾ ഈ കാണുന്ന കസിൻസ് എല്ലാവരും കൂടിയിട്ട്. എല്ലാവരും ഇല്ല, ഇതിനകത്ത് കുറച്ച് ആൾ കൂടിയിട്ട് നമ്മൾ പിങ്ക് കോഡാണ് ഇന്നത്തെ ഡ്രസ് കോഡ്. അതായത് നമ്മൾ ഗുലാബീൻ്റെ പിങ്ക് ആണ് ഇന്നത്തെ ഡ്രസ് കോഡ്. അപ്പോൾ ആദ്യം നമ്മളെ സെക്ഷൻ കഴിഞ്ഞു, ഫോട്ടോ സെക്ഷൻ്റെ. ഇനി ഇത് മമ്മി ഡാഡിയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോ സെക്ഷന് ശേഷമാണ് നമ്മളിനി ഗുലാബി ഫംഗ്ഷൻ. ഈ വീഡിയോയിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഗുലാബി ഫംഗ്ഷനാണ് കാണാൻ പറ്റുക. ഗുലാബി ഫംഗ്ഷൻ കാണാൻ ചേരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാ ഫാമിലി ഫോട്ടോസാണ് കേട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുട്ടികളുടെ കൂടെയുള്ള ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രം, ഫോട്ടോ സെക്ഷൻ്റെ ഒക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഗുലാബി ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ റെഡ് കേക്ക് കട്ടിംഗ് ആണ്. അതോടുകൂടിയാണ് നമ്മൾ ഗുലാബി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മഞ്ഞൾ കല്യാണം ഇല്ലേ, അതുപോലെ ഇത് രക്തചന്ദനത്തിൻ്റെ കല്യാണം, അത്രയേ ഉള്ളൂ. അതായത് മഞ്ഞളിന് പകരം രക്തചന്ദനം, അത്രയും നമ്മൾ ഡിഫറൻസ് വരുത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഗ്രൂമിനെ ഇരുത്തിയിട്ട് ഇതാ കിരീടധാരണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ കിരീടം എങ്ങനെയുണ്ട്, കൊള്ളാവോ? കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ? അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിതാ കേക്ക് കട്ടിങ്ങോടുകൂടി ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓരോ ദിവസത്തെ തീമിനും ഓരോ തരം, അതായത് ഓരോ കളർ കേക്ക് തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്ത്. ആ ദിവസത്തെ തീമിനെ മാച്ച് ചെയ്തിട്ടുള്ള കേക്കുകൾ തന്നെയായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ കേക്ക് കട്ടിങ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫംഗ്ഷൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചുവന്ന ചന്ദനം എടുത്തിട്ട്, അതായത് നമ്മൾ മഞ്ഞൾ പെണ്ണിൻ്റെയോ ചെക്കൻ്റെയോ മുഖത്തൊക്കെ ആക്കി കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഈ ചുവന്ന ചന്ദനം എടുത്തിട്ട് ചെക്കൻ്റെ മുഖത്ത് ഈ റോസിനെ കൊണ്ടാണ്, റോസ് പെറ്റൽസ് ഇട്ട ചന്ദനം റോസിനെ കൊണ്ടാണ് നമ്മൾ തൊട്ട് കൊടുക്കുക. അപ്പോൾ അന്ന് തന്നെയായിരുന്നു നമ്മൾ ചെക്കൻ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് വന്നുകൊണ്ട് എൻ്റെ മുഖത്ത് രക്തചന്ദനം ആക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് നിങ്ങൾ ഈ കണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ചന്ദനം തൊട്ടിട്ട് റോസ് മാത്രമേ മുഖത്താക്കുന്നുള്ളൂ കേട്ടോ. അത് ചെക്കൻ്റെ പ്രത്യേക ഡിമാൻഡ് കൊണ്ട് ചെയ്യേണ്ടി വന്നതാണ്. നമ്മളെല്ലാവരും പറഞ്ഞു, എടാ രക്തചന്ദനാണ്, നല്ല സ്റ്റൈലായിരിക്കും, നല്ല കളർ വരുന്ന ആളേക്കാകുമ്പോൾ എനിക്ക് കളർ വേണ്ട, ഞാൻ ബ്യൂട്ടി പാർലറിൽ ഇത്ര ആയിരം കൊടുത്തിട്ട് വന്നതാണ്, എനിക്ക് വേണ്ട എന്നുള്ള അവൻ്റെ വാശി കൊണ്ട് എല്ലാവരും പൂ കൊണ്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ മമ്മീൻ്റെ ഡാഡീൻ്റെ സെക്ഷന് ശേഷം ഇവിടെ എൻ്റെ സെക്ഷനാണ്. ഈ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ഒരാളെ മിസ് ചെയ്യും, എൻ്റെ ഹസ്ബൻഡിനെ. കാരണം അയാൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു, എബ്രോഡിലാണ് ഉണ്ടായത് ആ ഒരു ടൈം. കല്യാണത്തിൻ്റെ തലേന്ന് രാവിലെ ആട്ടോ അദ്ദേഹം നാട്ടിലേക്ക് ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് തലേന്ന് മുതലുള്ള ഫംഗ്ഷനിൽ മാത്രമേ എൻ്റെ കെട്ടിയോനെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാൻ പറ്റും. ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോസിലൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ എൻ്റെ സെക്ഷന് ശേഷം സിസ്റ്റേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ഞാൻ കവർ ചെയ്യുന്നില്ല, കുറച്ച് വീഡിയോസ്. ഞാൻ അതിൻ്റെ നടുക്ക് ഒരാളെ വീഡിയോ എടുക്കാൻ ഫോൺ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ആൾക്കാരുടെ ബാക്കും ക്യാമറാമാൻ്റെ ബാക്കും ഒക്കെയാണ് കൂടുതലായിട്ട് വീഡിയോയിലുണ്ടായത്. ഒരു വിധത്തിലൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും പറ്റുന്ന വിധത്തിലുള്ള വീഡിയോസ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. ഇതുപോലത്തെ നല്ല നല്ല രസകരമായ വീഡിയോസ് കണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ ഫാമിലി ഫംഗ്ഷൻ വീഡിയോസാണ്. നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ടേബിളിലുള്ള സാധനങ്ങളെ ലിസ്റ്റ് പറയാൻ മറന്നുപോയി. എല്ലാം റെഡ്, ഓറഞ്ച്, പിങ്ക് കളർ തീമിലായിരുന്നു. ടേബിളിലുണ്ടായ സ്വീറ്റ്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും എല്ലാം ഉണ്ടായത്. അതിൻ്റെ അകത്തും ഫ്രൂട്ട്സ് വെക്കണം എന്നുള്ളതിൽ ആപ്പിളിൻ്റെ കൂടെ തന്നെ മാങ്ങയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചടങ്ങിന് ശേഷം, അതായത് നമ്മളുടെ ഗുലാബി ഫംഗ്ഷന് ശേഷം നമ്മളൊരു ഗംഭീരമായിട്ടുള്ള ഫോട്ടോഷൂട്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്, കസിൻസ് എല്ലാവരും കൂടി ചേർന്നിട്ട്. അപ്പോൾ അതുകൂടാണ്ട് തന്നെ നമ്മൾ ഫുൾ ഫാമിലി, അതായത് ഇന്നത്തെ ഫംഗ്ഷനിൽ പങ്കെടുത്ത ഫുൾ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ സെക്ഷനും
അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ചെറിയ എന്താ പറയുക ഫാമിലി മെമ്പേഴ്സ്, അതായത് ഇന്നത്തെ ഫംഗ്ഷനിലുണ്ടായത്. അപ്പോൾ എല്ലാവരും ഫംഗ്ഷൻ കഴിഞ്ഞ് ടയേർഡായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഓപ്പൺ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം ആ ഒരു ടൈം നമ്മൾ എൻജോയ് ചെയ്യുന്ന ടൈം എൻ്റെ കയ്യിൽ ഫോണുള്ളേരം ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെ ശേഷം നമ്മളിതാ ഭക്ഷണത്തിൻ്റെ പരിപാടികളാണ് നെക്സ്റ്റ് നോക്കുന്നത്. അതിനുശേഷം കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, വേറെ ഒന്നുമല്ല. ഞാൻ ക്യാമറ ഏൽപ്പിച്ച ആളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയാൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. ചില സിറ്റുവേഷനിലൊക്കെ ക്യാമറ ഓൺ ചെയ്തിട്ട് എന്താ പറയുക വീഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തെ ഫംഗ്ഷനിലും. എന്നാലും ചില മൂമെൻറ്റ്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ട് ഈ വീഡിയോ മിസ് ചെയ്യേണ്ട, എൻ്റെ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് എൻ്റെ അനിയൻ്റെത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു എന്താ പറയുക 10 മിനിറ്റ്സിൽ ഉള്ളിലായിരിക്കും മിക്കവാറും ഈ ഒരു വീഡിയോ വരും. മിനിമം ഒരു 5 to 6 മിനിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. വളരെ ചുരുക്കിയ ഒരു ഗുലാബി ഫംഗ്ഷൻ്റെ ചെറിയ ക്ലിപ്പിങ്സ് മാത്രമുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇതേ ഇനിയിപ്പം ഭക്ഷണത്തിൻ്റെ പരിപാടികളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓരോ ആൾക്കാരായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ നടുക്കിതാ കുട്ടികളും മാമന്മാരും അച്ചച്ചന്മാരും ഒക്കെ കളിയുടെയും ഇതിൻ്റെയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരെയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും ഒരു നല്ല അടിപൊളി മാരേജ് വെഡിങ് ഫംഗ്ഷന്റെ വീഡിയോസ് വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ഇറ്റ്. സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.